യെസ്, മുട്ടൽ മരമുറി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യു ജനം ടിവിക്ക് നൽകിയ അഭിമുഖം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലൈവ് റിപ്പോർട്ട്സ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഐസൺ ജോസ് തുടരുകയാണ്. ഐസൺ, ഈ കേസിൻ്റെ ഭാവി എന്താണ് എന്ന ഒരു സുപ്രധാനമായ ചോദ്യം കൂടിയുണ്ടല്ലോ. കാരണം നേരത്തെ PK മുരളീധരനെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഏജൻസികൾ എന്തായാലും ഇത് ശരിയായ ദിശയിൽ കൊണ്ടുപോകുമെന്ന് നമുക്ക് കരുതുക അസാധ്യമാണ്. കാരണം ഒരു ഭാഗത്ത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, മറ്റൊന്ന് പ്രതിയായി നിൽക്കുന്നത് ചാനൽ മുതലാളിമാരും മറ്റുമൊക്കെയാണ്. CPIM ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ പിന്തുണ ഈ കൂട്ടർക്കുണ്ട്. അതിനാൽ തന്നെ ഈ കേസിൻ്റെ ഒരു ഭാവി എന്താകും ഐസൺ? ഗൗതം, തീർച്ചയായും ഈ കേസിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. പ്രോസിക്യൂട്ടർ തന്നെ അല്ലെങ്കിൽ ഈ കേസ് കോടതിയിൽ വാദിക്കുകയും അതിൻ്റേതായ നിയമപരമായ വശങ്ങളും അതിൻ്റെ നൈതികമായ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തി തന്നെ പറയുന്നു അത് ദുർബലമാക്കി കഴിഞ്ഞു. ഇനി ഈ നിലവിലെ കുറ്റപത്രം വെച്ചും അല്ലെങ്കിൽ ഇതുപോലുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിലെ കൃത്യമായ വീഴ്ചകൾ വരുത്തിയത് സംബന്ധിച്ചും അതുപോലെ തന്നെ ഉത്തരവുമായി ബന്ധപ്പെട്ട് വന്ന കരുതിക്കൂട്ടി ഉണ്ടായിരിക്കുന്ന വീഴ്ചകളെ, അതായത് ചില മൗനാനുവാദങ്ങളെ ഒന്നും തന്നെ പരാമർശിക്കാതെ ഈ കുറ്റപത്രം പോയാൽ അതല്ലെങ്കിൽ ഗൂഢാലോചന പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് പ്രതികളെ വെറുതെ വിടാനുള്ള സാധ്യത തന്നെയാണ്. തീർച്ചയായും അത് കോടതിയുടെ തീരുമാനമാണ്, നമുക്കത് നേരത്തെ പറയാനൊന്നും സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിലവിലെ തെളിവുകളും നിലവിലെ വിവരങ്ങളും അനുസരിച്ച് കേസിൽ പ്രതികളെ വെറുതെ വിടാനുള്ള സാധ്യത തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുരളീധരനെ പോലെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ തന്നെയും അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണമായിരിക്കും അഭികാമ്യം, അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി ഒരു സ്വതന്ത്രമായൊരു അന്വേഷണവും കൃത്യമായൊരു പുനരന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നൊരു നിലപാട് തന്നെയാണ് പ്രോസിക്യൂട്ടർ പോലും മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും നിലവിൽ ഈ കേസിൻ്റെ ഭാവി ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പുനരന്വേഷണം നടത്തി ഈ മരം കൊള്ള നടത്തിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതിനെ അനിവാര്യമായും CBI പോലുള്ള സംവിധാനങ്ങളുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, വിവാദമായ മുട്ടൽ മരമുറി കേസിൽ കുറ്റപത്രം ദുർബലമാക്കി കേസന്വേഷണത്തെ അട്ടിമറിച്ചുവെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ ജയതിലക് തെറ്റായ ഉത്തരവിറക്കി മരമുറിക്കലിന് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം ജനം ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.